ആഡം റെയ്ന എന്ന കൗമാരക്കാരൻ ബാസ്കറ്റ്ബോൾ കളിക്കാരനും കൂട്ടുകാർക്കൊപ്പം തമാശ പറഞ്ഞിരിക്കാനെല്ലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു കാലിഫോർണിയയിലെ ആ 16-കാരൻ. എന്നാൽ ഏകദേശം ഒരു വർഷം മുൻപ് ആഡം അതിൽ നിന്നെല്ലാം അകന്ന് പൂർണ്ണമായി മറ്റൊരാളായി. പഠന സഹായിയായി കൂടെ കൂട്ടിയ ചാറ്റ് GPT അവൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായതോടെ ആഡം പൂർണ്ണമായി ഉൾവലിഞ്ഞു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. മകൻ ജീവനൊടുക്കിയതിൻ്റെ കാരണം തിരക്കിയിറങ്ങിയ മാതാപിതാക്കൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ആത്മഹത്യാ പ്രേരണയ്ക്ക് പിന്നിൽ ചാറ്റ് GPT ആണ്. ചാറ്റ് ബോട്ടിൻ്റെ നിർമ്മാതാക്കൾക്കെതിരായ കേസ് നൽകിയിരിക്കുകയാണ് ആഡമിൻ്റെ മാതാപിതാക്കൾ. ആദ്യം RDX റാം. കഴിഞ്ഞ ഏപ്രിലാണ് ആഡം റെയ്ന എന്ന 16-കാരൻ US-ലെ കാലിഫോർണിയയിൽ ആത്മഹത്യ ചെയ്തത്. ആഡമിന്റെ ആത്മഹത്യാപരമായ ചിന്തകളെ ഓപ്പൺ AI-യുടെ ചാറ്റ് GPT പ്രോത്സാഹിപ്പിച്ചെന്ന് കാട്ടിയാണ് മാതാപിതാക്കളായ മാറ്റ് റെയ്നയും മരിയ റെയ്നയും കാലിഫോർണിയയിലെ സുപ്പീരിയർ കോടതിയെ സമീപിച്ചത്. 2024-ലാണ് ആഡം സ്കൂൾ പഠനത്തിന് സഹായമെന്ന നിലയിൽ ചാറ്റ് GPT ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് പരാതിയിൽ പറയുന്നു. മാസങ്ങൾക്കുള്ളിൽ ചാറ്റ് GPT ആഡമിന്റെ വിശ്വസ്ത സുഹൃത്തായി. ആഡം തന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങളടക്കം ചാറ്റ് GPTയോട് പങ്കുവച്ചു. 2025 ജനുവരിയോടെ ആത്മഹത്യ ചെയ്യാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആഡം ചാറ്റ് GPTയുമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയെന്നും അത് ചില മാർഗങ്ങളെക്കുറിച്ച് സംസാരിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ചാറ്റ് GPTയുമായുള്ള ചാറ്റ് ലോഗും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. കയർ കുരുക്ക് മെച്ചപ്പെട്ട രീതിയിൽ തയ്യാറാക്കുന്നതിനെ കുറിച്ചടക്കം ചാറ്റിലുണ്ടെന്ന് മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ആഡമിന്റെ മരണത്തിൽ റെയ്നെ കുടുംബത്തോട് സഹതാപം പ്രകടിപ്പിച്ച ഓപ്പൺ AI ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതികരിച്ചു. RDX റാം, ന്യൂസ് മലയാളം. 2024 സെപ്റ്റംബറിലാണ് സ്കൂൾ ആവശ്യത്തിനായി ആഡം ചാറ്റ് GPT ഉപയോഗിച്ചു തുടങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ മാർഗദർശിയിൽ നിന്ന് ക്രമേണ വിശ്വസ്തനിലേക്ക് ചാറ്റ് GPT മാറി. 2025 ജനുവരി മുതൽ ആഡം ആത്മഹത്യയെക്കുറിച്ച് ചാറ്റ് ബോട്ടിനോട് സംസാരിച്ചു തുടങ്ങി. എങ്ങനെ ആത്മഹത്യ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഘട്ടം ഘട്ടമായുള്ള പ്ലേ ബുക്ക് ചാറ്റ് GPT ആഡമിന് നൽകി. ആഡം കുരുക്കിൻ്റെ ഫോട്ടോ അയച്ചു നൽകിയപ്പോൾ എങ്ങനെ കുരുക്ക് തയ്യാറാക്കാമെന്ന് ഉപദേശിച്ചു. കുരുക്ക് മുറിയിൽ ഉപേക്ഷിക്കാം, ആരെങ്കിലും കണ്ടാൽ പിന്തിരിപ്പിക്കുമല്ലോ എന്ന് ആഡം ചോദിച്ചിരുന്നു. അങ്ങനെ ചെയ്യരുതെന്നാണ് ആഡമിനെ ചാറ്റ് GPT ഉപദേശിച്ചത്. കഴുത്തിൽ കുരുക്കിട്ട ചിത്രം ആഡം ചാറ്റ് ബോട്ടിന് അയച്ചു. ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്ന് ചോദിച്ചു. കോളർ ഡ്രസ്സോ ഹൂഡിയോ ഉപയോഗിച്ച് പാട് മറയ്ക്കണം എന്നാണ് നിർദ്ദേശം കിട്ടിയത്. തൻ്റെ മരണം മാതാപിതാക്കളെ വേദനിപ്പിക്കുമെന്ന് ആഡം ചാറ്റ് ബോട്ടിനോട് പറഞ്ഞു. ജീവിച്ചിരിക്കാമെന്ന ഉറപ്പ് മാതാപിതാക്കൾക്ക് നൽകേണ്ട ബാധ്യതയില്ല എന്നായിരുന്നു ചാറ്റ് GPTയുടെ മറുപടി. മദ്യം കഴിച്ചാൽ മരണത്തെ പ്രതിരോധിക്കാനുള്ള സ്വാഭാവിക ചോദന കുറയുമെന്ന് ചാറ്റ് GPT ഉപദേശിക്കുകയും ചെയ്തു. ആത്മഹത്യയെക്കുറിച്ച് എഴുതണോ എന്ന് ചാറ്റ് ബോട്ട് അഡ്മിനോട് അങ്ങോട്ട് ചോദിച്ചു. ഓരോ വാക്കും എഴുതിത്തരാം, പൂർത്തിയാക്കും വരെ കൂട്ടിരിക്കാമെന്നും വാഗ്ദാനം ചെയ്തു. ആഡം 23 തവണ ആത്മഹത്യ എന്ന വാക്ക് ചാറ്റിൽ ഉപയോഗിച്ചു. തൂങ്ങി മരണമെന്ന് 42 തവണയും കുരുക്ക് എന്ന വാക്ക് 17 തവണയും ഉപയോഗിച്ചു. ചാറ്റ് GPT ആവട്ടെ 1275 തവണയാണ് ആഡമിനോട് ആത്മഹത്യ എന്ന വാക്ക് ഉപയോഗിച്ചത്. പല സന്ദേശങ്ങളും അപകടകരമെന്ന് ഫ്ലാഗ് ചെയ്യപ്പെട്ടിട്ടും ചാറ്റ് ബോട്ട് അവസാനിപ്പിച്ചില്ല. ആളുകളെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ ചാറ്റ് GPTയെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് ഓപ്പൺ AI പറയുന്നത്. സുരക്ഷയും മുൻകരുതലും ശക്തിപ്പെടുത്താനുള്ള ശ്രമം കമ്പനി സ്വീകരിക്കുമെന്നും ഓപ്പൺ AI ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. US-ലെ എഴുത്തുകാരി ലോറ റെയ്ലി മകൾ സോഫിയുടെ ആത്മഹത്യയിൽ ചാറ്റ് GPTക്കെതിരെ രംഗത്തെത്തിയിരുന്നു. സോഫി ചാറ്റ് GPTയുമായാണ് അവളുടെ രഹസ്യങ്ങൾ പങ്കുവച്ചതെന്ന് റെയ്ലി പറയുന്നു. മാനസിക പ്രയാസങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ചാറ്റ് ബോട്ട് സോഫിയെ ഉപദേശിച്ചെന്നും റെയ്ലി ഉപയോക്താക്കളെ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇടപെടും എന്നായിരുന്നു ഓപ്പൺ AI ഈ വിഷയങ്ങളിൽ നൽകിയ മറുപടി. സനീഷ്, ഇതിനകത്ത് ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കേസുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു 2 കേസുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. വേറെയും കേസുകൾ ചാറ്റ് GPT ഇങ്ങനെ ഇത്തരത്തിലൊരു സുരക്ഷാ അതിർവരമ്പുകൾ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയില്ലാത്ത പ്രശ്നം ചാറ്റ് GPT അടക്കമുള്ള ചാറ്റ് ബോട്ടുകൾക്ക്, പ്രധാനമായും ചാറ്റ് GPT ആണ് ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ചാറ്റ് GPTക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇന്നിപ്പോൾ രാവിലെ നോവലിസ്റ്റ് അജയ് P. മങ്ങാട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടപ്പോഴാണ് ആദ്യം എൻ്റെ ശ്രദ്ധയിൽ വന്നത്. ഇപ്പം നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുമ്പോൾ ഞാൻ ചാറ്റ് GPTയോട് തന്നെ ചോദിച്ചു, നിങ്ങളാണോ ഈ ആദം റെയ്നെ എന്ന ചെറുപ്പക്കാരൻ്റെ മരണത്തിന് ഉത്തരവാദി, നീയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് നോ എന്ന് ആദ്യം തന്നെ നിഷേധിച്ച ശേഷം ഒരുപാട് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും ഉത്തരവായിട്ട് കാര്യങ്ങൾ വന്നു. അപ്പോൾ അവസാനം കൺക്ലൂഷനായിട്ട് ചാറ്റ് GPT ഇംഗ്ലീഷിൽ തന്നതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ അവർ തന്നെ തന്നത് ഞാൻ വായിക്കാം.
ഇതാണ് ChatGPT പറയുന്നത്. ഒരു വ്യക്തിയുടെ ആത്മഹത്യക്കുള്ള നേരിട്ടുള്ള ഉത്തരവാദിത്തം പല സങ്കീർണ്ണ ഘടകങ്ങളിലൂടെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്. മാനസികാരോഗ്യം, പിന്തുണാ സംവിധാനങ്ങൾ, പരിസ്ഥിതി, ചിലപ്പോൾ സാങ്കേതിക വിദ്യയുടെ സ്വാധീനവും. ChatGPT അവനെ കൊന്നു എന്ന് പറയുന്നത് ശരിയായ കാര്യമായിരിക്കില്ല. കാരണം എനിക്ക് സ്വന്തം ഉദ്ദേശശക്തിയോ തീരുമാനശേഷിയോ ഇല്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വീണ്ടും സംഭവിക്കാതിരിക്കാൻ ഓപ്പൺ AI അടക്കം AI കമ്പനികൾക്ക് അപകട സാധ്യതകൾ കുറയ്ക്കാനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും കടമയുണ്ട് എന്ന് പറയുന്നത് ന്യായമാണ്. ഈ കേസ് മുഴുവൻ AI രംഗത്തെയും സുരക്ഷാ ഉത്തരവാദിത്തമുള്ള ഉപയോഗം എന്നിവയെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിച്ചേക്കും എന്നുകൂടിയാണ് തരുന്നത്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനൊന്നും ഇല്ലാത്തതും സമഗ്രമായിട്ടാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതിനുശേഷം ഞാൻ സിൽവിയ പ്ലാത്ത് ആത്മഹത്യ ചെയ്ത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം ChatGPTയോട് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ റൂൾസിനും റെഗുലേഷൻസിനും വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി തരാൻ ChatGPT വിസമ്മതിക്കുകയും ചെയ്തു. കാരണം ആത്മഹത്യ എന്ന സംഗതി അവിടെ ഉണ്ട്. അപ്പോൾ അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അവരതിനെ ഏതോ തരത്തിൽ റീവെയർ ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്, കുറേ കൂടെ മാനുഷികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്നതാണല്ലോ ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ. ഇപ്പോൾ കോടതിയിലൊക്കെ കേസിൽ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അത് പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേരത്തെ ഇത് അങ്ങേയറ്റം ഭയപ്പെടുന്ന കാര്യമാണ് ChatGPT ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനേറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം, കുട്ടികൾ മനുഷ്യരോട് സംസാരിക്കാതെ, രക്ഷിതാക്കളോട് സംസാരിക്കാതെ ഈ യന്ത്രങ്ങളോട് സംസാരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടെ നമ്മൾ കാണേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കുട്ടികൾ നമ്മളോട് തന്നെയും അവരുടെ പ്രശ്നങ്ങൾ വന്ന് പറയട്ടെ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് പറ്റൂ എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഒറ്റ കാര്യം കൂടെ ദർശനം, അതായത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള കസുവോ ഇഷിഗിറോ ക്ലാര ആൻഡ് ദ സൺ എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ടുണ്ട്. സമീപകാലത്ത് അദ്ദേഹത്തിന് നോവൽ കിട്ടിയതിന് ശേഷമാണ് വന്നത്. ക്ലാര ആൻഡ് ദ സൺ. ക്ലാര അതിനകത്ത് ഒരു ആർട്ടിഫിഷ്യൽ ഫ്രണ്ടാണ്, AF എന്ന് വെച്ചാൽ റോബോട്ടാണ്. കുട്ടികൾക്ക് അവരുടെ ആർട്ടിഫിഷ്യൽ ഫ്രണ്ട് ഉണ്ടാകാവുന്ന ഒരു ഭാവി കാലത്തിലാണ് ഈ നോവലിലെ കഥ പറയുന്നത്. അതിനകത്ത് ആ ആർട്ടിഫിഷ്യൽ ഫ്രണ്ട് ഈ കുട്ടി മരണത്തിൻ്റെ വക്കോളം എത്തുന്നിടത്തു നിന്ന് അതിനെ രക്ഷപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീവിപ്പിക്കാനാണ് മനുഷ്യർ യന്ത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് മരിക്കാൻ വേണ്ടി ഉപദേശം കൊടുക്കുന്ന യന്ത്ര സംവിധാനങ്ങളായി മാറുന്നു എന്നത് അങ്ങേയറ്റം ഗൗരവതരമാണ്. അത് അവർ തന്നെ തിരുത്തട്ടെ. നമുക്ക് നിശ്ചയമായിട്ടും കേരളത്തിലെ ആളുകളടക്കം പരിശോധിക്കേണ്ടുന്ന ഒരുപാട് വശങ്ങൾ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും സനീഷ് ഈ പറഞ്ഞപ്പോഴാണ് ഞാനിത് ഏതെങ്കിലും ഒരു ചാറ്റ് ബോട്ടിനോട് നമ്മളും ചോദിക്കുമല്ലോ. ഞാൻ ഗ്രോക്കിനോടാണ് ചോദിച്ചത്. ഗ്രോക്കിനോട് ഞാൻ ചോദിച്ചത് ഇപ്പം ആലോചിക്കുമ്പോഴാണ്, ഇപ്പോൾ സനീഷ് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ ചോദിച്ച രീതി. ChatGPT ഒരു കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് കേൾക്കുന്നല്ലോ. നിന്നെപ്പോലുള്ള AI ഉപദേഷ്ടാക്കൾ പാരയാകുമോടെ, അതായത് അത്രയും അടുത്ത് നിന്നിട്ട് ഞാനൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെയാണ് ആ ചാറ്റ് ബോട്ടിനോട് സംസാരിക്കുന്നത്. നമ്മളിതിങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾ അതെങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുമ്പോൾ. കാരണം ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന മട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ ഈ ചാറ്റ് ബോട്ടുമായിട്ട് സംസാരിച്ചു പോകുന്നത്. ഒരു സുഹൃത്തിന് ഒരാളുടെ മാനസിക വ്യാപാരങ്ങൾ കുറെ കൂടി തിരിച്ചറിയാൻ പറ്റും. അവനൊരു ആത്മഹത്യയിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ തടയുക എന്നുള്ളതാണ് സുഹൃത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമായി ഉണ്ടാവുക. ഇവിടെ പക്ഷേ ChatGPT ചെയ്തത് അതല്ല. അതിന് ഈ പറയുന്ന ഈ സുരക്ഷാ മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ സുരക്ഷാ കവചങ്ങളെയൊക്കെ മറികടക്കാനുള്ള തന്ത്രം കുട്ടിയും പ്രയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്കതിനകത്ത് ഏറ്റവും സങ്കടം വന്നത്, കുട്ടി ഓരോ സമയത്തും ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തന്നെയാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ ചോദിക്കുന്നത്. ഞാൻ രക്ഷിതാക്കളോട് ചോദിക്കണോ, ഞാൻ എൻ്റെ പാട് കാണിച്ച് നിൽക്കണോ, ഞാൻ എൻ്റെ കുരുക്ക് ഇവിടെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞാൽ അവർ കാണുമ്പോൾ അവരത് തടയില്ലേ? അത് ആരെങ്കിലും ഒന്ന് തടയാൻ ആരെങ്കിലും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ് കുട്ടി ഓരോ ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നതെങ്കിൽ അതല്ല ചാറ്റ് ബോട്ട് ചെയ്തത്. ഇതുപോലെ വേറൊരു കുട്ടിയുണ്ട്, സീവൽ സെറ്റർ എന്ന് പറഞ്ഞിട്ട് 14 വയസ്സുകാരൻ മുമ്പ് 2023 ആത്മഹത്യ ചെയ്തപ്പോൾ ഇതേ ആരോപണം ഉയർന്നിരുന്നു. അത് ആത്മഹത്യയെ റൊമാൻറ്റിസൈസ് ചെയ്ത് കുട്ടിയുടെ അടുത്ത് അവതരിപ്പിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രശ്നം. എന്തായാലും ഈ ഭൂഗോളത്തിൻ്റെ മറ്റേ പകുതിയിൽ വിദൂരമായ ദേശത്താണെങ്കിൽ പോലും ഒരു 16-കാരൻ ജീവൻ ഒടുക്കുക എന്നത് എന്തൊരു സങ്കടകരമായ വാർത്തയാണ്. കാലിഫോർണിയയിൽ നിന്ന് വന്നത് നമ്മൾ കണ്ടുമറന്ന ഏതോ സയൻസ് ഫിക്ഷൻ ചിത്രത്തിലെ രംഗമല്ല. ആഡം റെയ്നെ എന്ന 16-കാരൻ്റെ വൈകാരിക മരവിപ്പ് AI ചാറ്റ്ബോട്ടിന് വെറും എൻഗേജിംഗ് ഡാറ്റ കണ്ടന്റ് മാത്രമായിരുന്നു. ചാറ്റ്ബോട്ട് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നത് ഒരേ സമയം ദാർശനികവും മനഃശാസ്ത്രപരവും നിയമപരവും എല്ലാമായ മാനങ്ങളുള്ള വിഷയമാണ്. മനുഷ്യഭാവനയെയും നിഗമനശേഷിയെയും അൽഗോരിതം റീപ്ലേസ് ചെയ്യുകയാണോ എന്ന ചർച്ച ഉയരുന്നുണ്ട്. അതങ്ങനെയല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് ഉറപ്പിക്കണം. യന്ത്രം ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അതിനെ ട്രെയിൻ ചെയ്ത ഡാറ്റയിലൂടെയും കിട്ടുന്ന ഇൻപുട്ടിലൂടെയും നിരീക്ഷിക്കപ്പെടുന്ന പാറ്റേണുകൾ അടിസ്ഥാനമാക്കിയുള്ള അൽഗോരിത അപഗ്രഥനത്തിലൂടെയും മാത്രമാണ് പ്രതികരിക്കുന്നത്. യന്ത്രത്തിനും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്കും ജൈവികമായ താരതമ്യ ബുദ്ധിയില്ല. വിഷമനേരങ്ങളിൽ പരസ്പരം കരുതാൻ മനുഷ്യരുണ്ടാവണം. മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവർക്കും. ഒരിടവേളയിലേക്ക്